ദിവസമായി നാം വാഴ്ത്തുന്നു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അരുളി ചെയ്ത വചനങ്ങളെല്ലാം തന്റെ അധരങ്ങളിലൂടെ താൻ നമുക്ക് നൽകി തരുമ്പോൾ തന്നെ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴത്തെക്കുറിച്ച് പൗലോസിന് പൂർണ്ണമായി വെളിപ്പെട്ടില്ല എന്നുള്ളതാണ് നേരിയ. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു എന്നാണ് പൗലോസിന്റെ ചിന്ത എന്ന് പറയുന്നത്. പ്രൈസലോ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഹോവയുടെ വഴികൾ എത്ര അഗോചരമാണ്. പ്രൈസലോ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ്. പ്രൈസലോ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. മനുഷ്യനാണ്, പല ചോദ്യങ്ങൾ വന്നേക്കാം. നമ്മുടെ കർത്താവിന്റെ വഴി അഗോചരമാണെങ്കിൽ എങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വഴി കണ്ടുപിടിക്കും എന്നാണ്. അല്ലേലിയ. അപ്പം യഹോവയുടെ വഴികൾ അത്ര അഗോചരവാടിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതുമായതുകൊണ്ട് പിന്നെ അവകളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിയെ എങ്ങനെ ആരാഞ്ഞറിയുവാൻ കഴിയും? ദൈവത്തിന്റെ വഴികളെ അറിയണമെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രയത്നിക്കണം, എന്ത് പ്രയത്നം ചെയ്താലാണ് ദൈവത്തിന്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കുന്നത്? അല്ലേലിയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ അറിവ് കൊണ്ട് ദൈവത്തിന്റെ വഴികളെ കണ്ടുപിടിക്കുന്നത് വളരെ പ്രയാസമാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് എത്രമാത്രം ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ ഉണ്ടെങ്കിലും, മനുഷ്യൻ എത്ര ബുദ്ധിമാനായിരുന്നാലും ജ്ഞാനമുള്ളവനായിരുന്നാലും ദൈവത്തിന്റെ വഴി അഗോചരമായതുകൊണ്ട് അവയുടെ ആഴം, ധനം, അല്ലേലിയ, സ്തോത്രം, അറിവ് ഇവ കണ്ടുപിടിക്കാൻ നമ്മുടെ ചെറിയ ബുദ്ധികൾ കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ ചെറിയ അറിവ് കൊണ്ട് പറ്റത്തില്ല. പ്രൈസലോ അതാണ് പൗലോസ് നമ്മോട് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ അറിവിനാൽ ദൈവത്തിന്റെ വഴികളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എന്നാൽ ആ വഴികളെ മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ ദൈവത്തിന്റെ വഴി നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ലേ? ദൈവ വഴി നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. നമുക്ക് അഗോചരമായിട്ട് തോന്നിയാലും ദൈവത്തിന്റെ ധനം അല്ലെങ്കിൽ ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വന്നാലും, ലോകപ്രകാരമുള്ള നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിലും, ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, അവൻ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ, ദൈവത്തിന്റെ വഴികൾ എത്ര അഗോചരമായിരുന്നാലും ദൈവം തന്റെ ഭക്തന്മാർക്ക് അത് വെളിപ്പെടുത്തി തരും. പ്രൈസലോ ദൈവം തന്റെ ഭക്തന്മാർക്ക് സകലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. അല്ലേലിയ. ദൈവം തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു പറയുന്നത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനെ മാത്രം നമ്മൾ അല്ലേലിയ ആശ്രയിച്ചാൽ മതി. ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നില്ല എന്ന് വന്നേക്കാം. അതോർത്ത് നാം പിറുവിറുക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ എല്ലാം നടക്കും. പ്രൈസലോ അപ്പൊ മാനുഷികമായ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും ഒരിക്കലും ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഒരു സഭയുടെ ഉന്നതാധികാര സ്ഥാനത്തിരുന്നാലും, സഭയുടെ ലീഡറായിരുന്നാലും, സഭയുടെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയായിരുന്നാലും ദൈവത്തിന്റെ വഴികളെ പൂർണ്ണമായിട്ട് പഠിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവം വെളിപ്പെടുത്തി തരുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസലോ അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അല്ലേലിയ. നാം എങ്ങനെയാണ് ദൈവത്തിന്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്? അല്ലേലിയ. ഈ വഴികൾ അല്ലേലിയ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകും. അവന്റെ ന്യായവിധികളെ കുറിച്ച്, അവന്റെ വഴികളെ കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അല്ലേലിയ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പ്രൈസലോ പഴയത് കഴിഞ്ഞുപോയി, അതിനൊക്കെയും കാരണഭൂതൻ ദൈവമാണ്. പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും കാരണഭൂതൻ നമ്മുടെ ദൈവം തന്നെയാണ്. പാപിയായ മനുഷ്യന് ദൈവത്തിന്റെ വഴി ബോധ്യപ്പെടണമെന്നില്ല.
പാപിയായ മനുഷ്യൻ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവവഴി അറിയത്തില്ലാത്തത് കൊണ്ടാണല്ലോ മനുഷ്യൻ പലവിധമായ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നത്. എന്നാൽ വീണ്ടും ജന്മം പ്രാപിക്കുന്ന, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരുന്ന, ദൈവവചനത്തെ ആഴമായി പഠിക്കുന്ന, ദൈവവചനത്തെ നമ്മൾ പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ദൈവസന്നിധി ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴത്തെക്കുറിച്ച്, അവന്റെ ന്യായവിധികളെക്കുറിച്ച്, അതെത്ര അപ്രമേയമാണെന്നുള്ളതിനെ കുറിച്ച്, ആ വഴികളെക്കുറിച്ച് ദൈവം നമ്മോട് ഇടപെടാൻ തുടങ്ങും. അല്ലേ? ഒരു ലോക മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന്റെ വഴികളെക്കുറിച്ച് പഠിക്കാൻ കഴിയത്തില്ല. പ്രയോജനം. നമുക്കറിയാം, സുവിശേഷം എന്ന് പറയുന്ന സത്യത്തെ ഇന്ന് സകല ജാതികളും പ്രസംഗിക്കുന്നുണ്ട്, അവരത് പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ധനജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴം അവർക്ക് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും തട്ടിമുട്ടിയൊക്കെ ഞാൻ പറയും. രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ? അവർക്ക് ദൈവവചനം പറയും. പ്രൈസലോ. സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയയിൽ നിൽക്കുന്നവർക്ക് വചനം പറയും. ഈ കോമഡിക്കാരും സീരിയലുകാരും സിനിമാക്കാരും ഒക്കെ പറയുന്നേ, നമ്മുടെ നിയമസഭയിലൊക്കെ ഇത് വായിക്കും. അനവധി മത നേതാക്കന്മാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും, അല്ലേലിയ, അവന്റെ വഴികൾ എത്ര അഗോചരമെന്ന് അവർക്ക് മനസ്സിലാകില്ല. അവർ കണ്ടത് പറയുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതല്ല സംഭവിക്കുന്നത്. അല്ലേലിയ, അവൻ ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ദൈവത്തോട് ഏകാഗ്ര ഹൃദയത്തോടെ ഇരിക്കുമ്പോൾ, ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ, അല്ലേലിയ, പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്ന യോഹന്നാനും മേലാൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ദൈവം നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. പ്രൈസലോ. അതിന് ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിയാൽ കാത്തു സൂക്ഷിക്കണം. പ്രൈസലോ. ദൈവത്തിന്റെ വചനം എല്ലാവർക്കും ശുശ്രൂഷിക്കാൻ കഴിയും. പക്ഷെ അതിനകത്ത് ദൈവ സാന്നിധ്യം കാണത്തില്ല. ദൈവ സാന്നിധ്യം വരണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. വ്യക്തം ചെയ്യും. അപ്പം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ദൈവവചനം വായിക്കാൻ പറ്റുന്നെങ്കിൽ, അല്ലേലിയ, വ്യക്തമായിട്ട് ദൈവത്തിന്റെ വഴികളെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16 വായിക്കുവാൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി തരും. യോഹന്നാന്റെ സുവിശേഷം 16:8 അപ്പം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യസ്ഥൻ നമ്മളിൽ വന്നു കഴിയുമ്പോൾ അവൻ സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തുക മാത്രമല്ല, ദൈവവചനത്തിന്റെ ആഴങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരും. ഞാൻ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ഉന്നതന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്, അവർക്കെല്ലാം അറിയാം എന്നുള്ള നിലയിലൂടെ ചിലർക്ക് സംസാരിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും തിരുത്താൻ ശ്രമിച്ചാൽ അവര് നമ്മളെ എടുത്തു കൊടയും. കാരണം അവനൊന്നും അറിയത്തുമില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ സമ്മതിച്ചാൽ അവർക്ക് കേൾക്കത്തുമില്ല. അവരെന്തൊക്കെയോ ആയിപ്പോയി എന്നുള്ള സ്വയത്തിൽ ജീവിക്കുന്നവരുണ്ട്. പ്രൈസലോ. പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം, ധനം, ജ്ഞാനം, അറിവ്, അവന്റെ ന്യായവിധിയെക്കുറിച്ച്, അവന്റെ വഴികളെക്കുറിച്ച് നമുക്ക് മറഞ്ഞിരിക്കുന്ന, വെളിപ്പെടാതിരിക്കുന്നത് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തന്നിരിക്കുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായും കർത്താവിന്റെ വഴികളെ അറിയുവാൻ കഴിയും. വേദപുസ്തകത്തിലൂടെ ദൈവത്തിന്റെ വഴികളെ പഠിക്കാൻ പറ്റത്തുള്ളൂ. പലരുടെയും കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിലും അതൊരു പുരാവസ്തു പോലെ പലരും വെച്ചതിനെ പൂജിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില വീടുകളിലൊക്കെ ചെന്നാൽ വേദപുസ്തകം എവിടെയെങ്കിലും വെച്ച് അതിന് ചുറ്റും മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നത് കാണാൻ കഴിയും. മെഴുകുതിരി കത്തിച്ച് ബൈബിളിന് ചുറ്റും വെച്ചതുകൊണ്ട് ദൈവവചനത്തിന്റെ വഴികളെ നമുക്ക് മനസ്സിലാകത്തില്ല. അതൊരു കർമ്മമാണ്, അതൊരു ആചാരമാണ്, അത് ജഡികമായ ചിന്തകളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ആത്മാവിൽ നിറയപ്പെടണം, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം, ദൈവസന്നിധിനെ ഏൽപ്പിച്ചു കൊടുക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് നീ തിരിച്ചറിയണം. ജഡത്തിന്റെ പ്രവൃത്തികളെ നീക്കിക്കളയണം. ആത്മാവിന്റെ ഫലങ്ങളാലും വരങ്ങളാലും നിറയപ്പെടണം.
ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിലാണ് നീ വസിക്കുന്നത് എന്നുള്ളത്, സർവശക്തന്റെ നിഴലിലാണ് നീ പാർക്കുന്നുള്ളത് നിനക്ക് ബോധ്യപ്പെടുവാൻ നീ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴികൾ എത്ര അഗോചരമായിരുന്നാലും ദൈവം നമുക്കത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രൈസലോ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കർത്താവിന്റെ വഴികളെ അറിയുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഒരു ചോദ്യമാണ്. അത് പലരും നമ്മൾ സുവിശേഷം പറയുമ്പോൾ ചോദിക്കാറുണ്ട്. എന്റെ പാസ്റ്റർ, ഇത്രയും കാലം ഞങ്ങൾ ദൈവത്തെ വിളിച്ചത്, ഞങ്ങൾ യേശുവിനെ വിളിച്ചേ, ഇനി ഞങ്ങൾ എങ്ങനെ യേശുവിനെ വിളിക്കരുത്? ഞങ്ങൾക്കറിയില്ല. എന്തുകൊണ്ടെന്നാൽ മാനസാന്തരപ്പെടാത്തവൻ, വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവൻ, ആത്മാവിന്റെ നടത്തിപ്പില്ലാത്തവൻ എത്ര കാലം ഈ പുസ്തകം വായിച്ചാലും ഒരു കഥപുസ്തകം പോലായിരിക്കും. അവന്റെ അതിന്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ പലരോടും ചോദിക്കാം, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് എന്ത് മനസ്സിലായി? അപ്പൊ അവര് നേരത്തെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും. നമുക്കൂടെ ചിരി വന്നു പോകും. കാരണം അവരുടെ ദൃഷ്ടിയിൽ അതേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർ യോസേപ്പിന്റെ കാര്യം പറയും, ദാവീദിന്റെ കാര്യം പറയും, ശിംശോന്റെ കാര്യം പറയും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയാ ചിലരും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യോസേപ്പിന്റെ ആത്മാവിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, പാപം ചെയ്യാത്ത ഒരു മനസ്സിന്റെ ഉടമയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൈവത്തിന്റെ ധനജ്ഞാനം, അറിവ്, ഹല്ലേലൂയ, എന്നുള്ള ആഴം, അവന്റെ ന്യായവിധിയുടെ അപ്രമേയത്വം, അവന്റെ വഴിയുടെ അഗോചരത്വമൊക്കെ യോസേപ്പിന് വെളിപ്പെടുത്തിയതുപോലെ, ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ പറ്റിയതുപോലെ ദൈവം നമ്മോട് സംസാരിക്കും. പക്ഷെ വിശുദ്ധിയാണ്. എന്നാൽ ശിംശോനയിലേക്ക് നമ്മൾ വന്നത് നോക്കിയാട്ട്, ശിംശോൻ ഒരിക്കലും ദൈവത്തിന്റെ ധനജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴത്തെക്കുറിച്ച് ശിംശോന് പഠിക്കാൻ പറ്റിയില്ല. കാരണം അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആശീർവാദക്കാനായിരുന്നെങ്കിലും അവൻ ഈ ലോകത്തിന്റെ സുഖങ്ങളെ തേടി ദലീലയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങിയത് കൊണ്ട് ഫിലിസ്തീൻ വന്നവനെ പിടിച്ചുകൊണ്ടുപോയി. വെറുതെ പിടിച്ചുകൊണ്ട് പോവുകയല്ല ചെയ്ത്, എന്റെ മുടിയുടെ ജഡം മുഴുവൻ മുറിച്ചു കളഞ്ഞു, അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, അവനെ ഇരുമ്പിയങ്കലിൽ ബന്ധിപ്പിച്ചു, മാവ് പൊടിക്കുന്ന വേലയ്ക്ക് ഏൽപ്പിച്ചു. അപ്പം ശിംശോന് ദൈവം വഴി മനസ്സിലാക്കാൻ പറ്റിയില്ല. ദാവീദും അതുപോലെ തന്നെ ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കാതെ പോയത് കൊണ്ട് തന്റെ ജീവിതത്തിലും പാപം വന്നു. പ്രൈസലോ. എന്നാൽ ദാവീദിനോട് ദൈവം കരുണ തോന്നിയത് കൊണ്ട് ദൈവം നാഥാൻ പ്രവാചകരെ ദാവീദിന്റെ കൊട്ടാരത്തിൽ വിട്ടിട്ട്, അല്ലെങ്കിൽ ദാവീദിന്റെ പാപങ്ങളെ കുറിച്ച് ഉണർത്തിച്ചു. അപ്പോൾ ദാവീദ് നെടുമ്പാട് വീണ് കരഞ്ഞു, പ്രാർത്ഥിച്ചു. പിന്നത്തേതിൽ ദാവീദിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചത് നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, ഈ ലോക ജീവിതം എന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി നീ വിട്ടുകൊടുക്കരുത്. ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കായക്കരുത് നിന്റെ ജീവിതം. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഉള്ളവളായി പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ഹിതമനുസരിച്ച് നീ ജീവിക്കണം. പാപിയായി നിനക്കൊരിക്കലും ദൈവത്തിന്റെ വഴികളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നീ ഒരുപക്ഷെ വിശുദ്ധിയുടെ വേഷം ധരിച്ച് വിശുദ്ധിയുടെ എല്ലാ അനുഭവങ്ങളും നിനക്ക് കാണും. നീ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവളായിരിക്കും. പക്ഷെ നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ ദൈവത്തിന്റെ ധനജ്ഞാനം, അറിവ് എന്നിവിടെ ആഴം, അവന്റെ ന്യായവിധികളുടെ അപ്രമേയത്വം, അവന്റെ വഴികളുടെ അഗോചരത്തെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇത്ര ശക്തമായിട്ട് ഈ ദൈവത്തിന്റെ വചനം നമ്മോട് അറിയിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തെ ഹൃദയത്തിനകത്ത് ഹൃദയസ്ഥമാക്കിക്കൊണ്ട് വചനം പറയുന്ന വിശുദ്ധിക്ക് നിന്നുകൊണ്ട് നമ്മുടെ വഴികൾ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ നാം കർത്താവിന്റെ പാദപീഠത്തിലാണെങ്കിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തും. പ്രൈസലോ. ദൈവഹിതം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കാലങ്ങളായി നീ ദൈവത്തിന്റെ വചനം വായിച്ചിട്ടും നിനക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിനക്ക് എവിടെയോ ജീവിതത്തിൽ തകരാറുണ്ട്, എവിടെയോ നിനക്ക് വീഴ്ചകളുണ്ട്, എവിടെയോ നീ പരാജയപ്പെട്ടിട്ടുണ്ട്. നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. കർത്താവുമായിട്ട് നിനക്കൊരു അഭേദ്യമായി ബന്ധം പുലർത്താൻ കഴിഞ്ഞില്ല. ലോകമോഹങ്ങൾ നിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, ജഡത്തിന്റെ പ്രമാണം നിന്നെ ഭരിച്ചപ്പോൾ, പാപത്തിന്റെ ചിന്തകൾ നിങ്ങളിൽ കുടിയിരുത്തിയപ്പോൾ, ഹല്ലേലൂയ, അവൻ അങ്ങനാകാം പിന്നെ എനിക്ക് എന്തുകൊണ്ടാകത്തില്ല, അവൾക്ക് അങ്ങനാകാം പിന്നെ എനിക്ക് എന്തുകൊണ്ടാകത്തില്ല, അവൻ അതിലെ പോയല്ലോ, അവൾ അതിലെ പോയല്ലോ, ഞാനും എനിക്ക് ഇഷ്ടമുള്ളവരെ നടക്കും
എന്നൊക്കെ പറഞ്ഞു ദൈവത്തോട് മറുതിരിക്കുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിനക്ക് ദൈവത്തിന്റെ വഴി അറിയുവാൻ കഴിയില്ല. പ്രൈസലോ. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. ഏത് സമയത്തും മരണം സംഭവിക്കാം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് സംഭവിക്കാം. ഈ കാലയളവിൽ നമ്മുടെ ജീവിതം വളരെ ശുദ്ധിയോടെ പവിത്രമായി നാം കാത്തു സൂക്ഷിക്കണം. ഓരോ ദിവസവും നാം ദൈവസന്നിധി ഇരുന്നിട്ട് ദൈവത്തിന്റെ വഴിയുടെ ആ അഗോചരത്വത്തെ കുറിച്ച്, അവന്റെ ന്യായവിധിയുടെ അപ്രമേയത്വത്തെക്കുറിച്ച് നാം ദിനംതോറും ആരാഞ്ഞറിയണം. എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ. ഹല്ലേലൂയ. അപ്പം ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. പല മനുഷ്യരെയും ജഡമാണ് നിയന്ത്രിക്കുന്നത്. ഇന്ന് ലോകത്തിൽ ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ ചിന്തിച്ചാൽ, ക്രൈസ്തവ സമൂഹത്തിന്റെ രീതികൾ നോക്കിയാൽ, ഈ ക്രൈസ്തവ സമൂഹത്തിൽ 99.3% ജനങ്ങളും ജഡത്തിന്റെ ചിന്തകൾക്കാണ് വിധേയപ്പെടുന്നത്. ആത്മാവിന്റെ ചിന്തകൾക്ക് വിധേയപ്പെടുന്നവർ ചുരുക്കം പേരാണ്. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ അനേകരാ, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കമാണ്. അതാ വേദപുസ്തകം പഠിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ താൽക്കാലികമായ ഭൂമിയിൽ, ഈ താൽക്കാലികമായ ഈ അവസ്ഥയിൽ നീ നിന്നെ തകർത്ത് കളയരുത്. പ്രൈസലോ. കർത്താവ് സ്വർഗ മഹിമകളെ വിടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറി. ഹല്ലേലൂയ. നമുക്ക് ഈ വചനം നമ്മുടെ ഉള്ളങ്ങളിൽ തന്നത് എന്തിനാണ്? ഈ ലോകത്തിന്റെ മായയായ സുഖങ്ങളിൽ വീഴാതിരിക്കാനാ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, കാലങ്ങൾ എത്രയായി നീ വിശ്വാസത്തിൽ നിൽക്കുന്നത്? കാലങ്ങൾ എത്രയായി ഈ ബൈബിൾ നീ എടുക്കുന്നത്? കാലങ്ങൾ എത്രയായി നീ സാക്ഷ്യം പറയുന്നത്? ഇന്നും ദൈവവചനത്തിന്റെ ആഴങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ജഡികനായ സ്ത്രീയാണ്, ജഡികനായ പുരുഷനാണ്. ഹല്ലേലൂയ. സഭയിൽ പലപ്പോഴും ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ പലരുടെയും ചിന്തകൾ എന്തോ വലിയ അത്ഭുതങ്ങളെ പോലെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ നേരെ കണ്ണുരുട്ടി, അല്ലെങ്കിൽ ആ മൂക്കൊക്കെ ഉയർപ്പിച്ച് അടുത്തിരിക്കുന്നവരെ തോട്ടി തട്ടി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് നേരെ പിറുപിറുക്കുന്ന, അവരെ കളിയാക്കുന്ന, അപമാനിക്കുന്ന വിശ്വാസികൾ സഭയ്ക്കകത്തുണ്ട്. അവരുടെയൊക്കെ ജീവിതം തകർന്നു, കുടുംബം തകർന്നു, മക്കളൊക്കെ ചിതറിപ്പോയി. അതെ, നീ ദൈവത്തെ ഹല്ലേലൂയ അറിഞ്ഞിട്ട് അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, ഹല്ലേലൂയ, നാൽക്കാലി ഇഴജാതി പക്ഷി, എളിയ ക്ഷയമുള്ള മനുഷ്യൻ എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റി ലോകം ചെയ്യുന്നത് പോലെ, ഹല്ലേലൂയ, നീ ദൈവത്തിന് അകന്നു പോയാൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. പ്രൈസലോ. അതുകൊണ്ട് ഇന്ന് പകൽ മടങ്ങി വരവ് ആവശ്യമാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് കുണ്ടം നടന്നത് കൊണ്ടോ, വേദപുസ്തകം ആളാമ്പരി നമുക്കുള്ളത് കൊണ്ടോ, വേദപുസ്തകം നീ കാണാതെ പഠിച്ചത് കൊണ്ടോ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴം നിനക്ക് മനസ്സിലാകത്തില്ല. പ്രൈസലോ. അതിനുള്ള പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം, ആത്മാവിൽ നിറയപ്പെടണം. ഹല്ലേലൂയ. ഒരു മദ്യപാനിക്കും ദൈവവചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാകത്തില്ല. ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനും ലഹരി ഉപയോഗിക്കുന്നതിനും വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാകത്തില്ല. ഒരു രാഷ്ട്രീയക്കാർക്കും ദൈവവചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു സംഘടനയിലുള്ളവർക്കും ദൈവവചനത്തിന്റെ ആഴവും അവന്റെ ന്യായവിധിയുള്ള അപ്രമേയത്വവും മനസ്സിലാക്കാൻ കഴിയത്തില്ല. പ്രൈസലോ. അവന്റെ ന്യായവിധിയുടെ അപ്രമേയത്വം ഈ ജനം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഹല്ലേലൂയ, മനുഷ്യൻ നെടുമ്പാട് ദൈവസന്നിധി വീണ നിലവിളിച്ചേനെ. പ്രൈസലോ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഒരു ചിന്ത എന്റെ ഉള്ളിൽ കണ്ടു. ഒരിക്കലും ഒരു വിദ്യാർത്ഥി തന്റെ അധ്യാപകനെ മനസ്സിലാക്കണം. ഒരു വിദ്യാർത്ഥി തന്റെ അധ്യാപകനെ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ ആ വിദ്യാർത്ഥിക്ക് അധ്യാപകൻ പഠിപ്പിക്കുന്ന പാഠങ്ങളും മനസ്സിലാകുകയുള്ളൂ. പ്രൈസലോ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടില്ല, ഒരു പുസ്തകത്തിൽ കണ്ടപ്പോൾ വായിച്ചതാണ്. നാം വിദ്യാർത്ഥി അധ്യാപകനെ മനസ്സിലാക്കുന്നെങ്കിൽ മാത്രമേ അധ്യാപകൻ പഠിപ്പിക്കുന്ന പാഠങ്ങളെ കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. അതുപോലെയാണ് കർത്താവ് തന്റെ സുവിശേഷ വേലയുടെ ഉത്തരവാദിത്വം ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, കൊടുക്കുമ്പോൾ അവരെ പരിശീലിപ്പിച്ച് ദൈവത്തിന്റെ വഴിയിലൂടെ നടത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അധ്യാപകന്റെ സ്വഭാവ ഗുണങ്ങൾ അറിയണമെങ്കിൽ അധ്യാപകനെ കുറിച്ച് കുട്ടി ശരിക്കും പഠിക്കണം, അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ബോധ്യമാകണം എന്ന് പറഞ്ഞ പോലെയാണ്. നാം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് കഴിയുമ്പോൾ നാം കർത്താവിനെ കുറിച്ച് അധികമായി പഠിക്കണം. എങ്കിൽ മാത്രമേ വചനം പഠിക്കാൻ പറ്റത്തുള്ളൂ. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, പത്രോസ് പ്രസകാലിക വിദ്യാഭ്യാസം ഇല്ലല്ലോ, പത്രോസ് വിദ്യാഭ്യാസം ഇല്ലല്ലോ, പത്രോസ് ലേഖനങ്ങൾ എഴുതിയല്ലോ, പത്രോസ് പ്രസംഗിച്ചല്ലോ. ഹല്ലേലൂയ.
അതുകൊണ്ട് ഞങ്ങൾക്ക് ബൈബിൾ കോളേജ് സെമിനാരികളൊന്നും വേണ്ട. ഞങ്ങൾക്കെല്ലാം പൊട്ടി വീഴുന്നത് മതി. എല്ലാം ലൈവാ. ചില ആളുകളുണ്ട് ശുശ്രൂഷിക്കുമ്പോൾ ദൈവദാസന്മാർ ശുശ്രൂഷിച്ച വചനത്തെ കീറിപ്പിടിച്ചിട്ട് പറയും, ഞാനും അതിനോട് ചേർത്താ പറയുന്നത്. അതിന് യാതൊരു അംശവും കാണത്തില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാം തികഞ്ഞവരാണ്. അതുകൊണ്ട് പല സഭയിലും കതിരെ കൊണ്ട് വളവിട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞവരെ പലരും വിളഞ്ഞു നിൽക്കുക. പ്രൈസരോ എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്നത്, നമ്മൾ കർത്താവിൽ നിന്ന് പരിശീലിപ്പിക്കണം. കർത്താവിൽ നിന്ന് പരിശീലിക്കുന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. യേശുവിന്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ 12 പേരും യേശുവിനോട് കൂടെ 3.5 വർഷം നടന്നു. ഹല്ലേലൂയ. യൂതയൊഴിച്ചു ബാക്കി എല്ലാവരും യേശു ക്രിസ്തുവിന് പഠിച്ചവരാ. യേശു ക്രിസ്തുവാകുന്ന ഗുരുവിനെ മാതൃകയാക്കിയതാ. ഹല്ലേലൂയ. ഈ പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ആൺകുട്ടികൾ ഉണ്ടായാൽ ആ കുട്ടികൾക്ക് സിനഗോഗ് വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. പ്രൈസലോ. മാതാപിതാക്കൾ കുട്ടികളെ സിനഗോഗിന്റെ പഠനം, അതുകൊണ്ട് 1 തൊട്ട് 4 വരെ കണ്ടാണ് ഞാൻ പണ്ട് വായിച്ചത്. എന്നാൽ അപ്പോൾ തന്നെ ആ കുട്ടിയുടെ അപ്പൻ അവനെ എന്തെങ്കിലും കൈത്തൊഴിൽ പിടിപ്പിക്കണം. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ പത്രോസിന് ഒരു സിനഗോഗ് പഠനമെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അപ്പന്റെ കൂടെ മീൻ പിടിക്കുന്ന ജോലിയും പിടിച്ചു. നമ്മൾ ഇന്നും പത്രോസിന് വിദ്യാഭ്യാസമില്ല, പത്രോസിനെല്ലാം പൊട്ടിവിടർന്ന് കിട്ടിയതാന്ന് പറഞ്ഞ് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആത്മാവിന്റെ ജ്ഞാനം തന്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴത്തെക്കുറിച്ച്, അവന്റെ ന്യായവിധിയുടെ അപ്രമേയത്തെക്കുറിച്ച്, അവന്റെ വഴികളുടെ അഗോചരത്വത്തെക്കുറിച്ച് പത്രോസിന് ദൈവം വെളിപ്പെടുത്തി. അതാണ് പെന്തക്കോസ്ത് നാളിലെ പ്രസംഗം. പക്ഷെ നമ്മുടെ ഇടയിലെ പ്രസംഗമൊക്കെ എന്താ? ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ഇത് പൈസയ്ക്കാക്കി മാറ്റി. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ഇങ്ങനെയൊന്നും സ്വർഗത്തിൽ ചെല്ലത്തില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കണം. പ്രൈസലോ. ഇവിടെ ദൈവത്തിന്റെ ഒരു ആത്മീയ പരിശീലനം നമുക്ക് ആവശ്യമാണ്. ആത്മീയ പരിശീലനം നമുക്ക് ആവശ്യമാണ്. സുവിശേഷ വേല ഉത്തരവാദിത്തോട് ചെയ്യണമെങ്കിൽ നമ്മൾ ആത്മീയ പരിശീലനം നടത്തണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അധ്യാപകരിൽ നിന്ന് കുട്ടി പഠിക്കുന്നത് പോലെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ അതിർത്തികൾ കാക്കുന്ന സൈന്യം അവിടെ പോയി ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന പോലെ നമ്മുടെ പോലീസിൽ ചേരുന്നവർ അവർക്കും ട്രെയിനിങ് ഉണ്ട്. ഏത് മേഖലയിൽ ഒരു പരിശീലനമുണ്ട്. പരിശീലനമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ലോകപ്രകാരം ചിലതൊക്കെ ദൈവം വെളിപ്പെടുത്തിയിട്ടും ഇന്നത്തെ ചില വിദ്വാൻമാർ പറയുന്നത്, ഞങ്ങൾക്ക് പരിശീലനമൊന്നും വേണ്ട, ഞങ്ങളങ്ങ് എല്ലാം നേരിട്ട് പ്രാപിക്കുന്നവരാ. അങ്ങനെ പറഞ്ഞ് ബുദ്ധിയുടെ രാക്ഷസന്മാരുടെ ബുദ്ധിമണ്ഡലത്തിൽ ശുശ്രൂഷിക്കുന്നവർ. അതിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നില്ല. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും. പ്രൈസലോ. അപ്പൊ നമുക്കൊരു ആത്മീയ പരിശീലനം ആവശ്യമാണ്. ഒരിക്കലും തന്റെ രാജ്യത്തിന്റെ ചുമതലകളെ ആമീൻ വെറുതെ നമുക്ക് തരത്തില്ല. രാജ്യത്തിന്റെ ചുമതല നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പരിശീലനം ആവശ്യമാണ് എന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിന്റെ ലലിയ സൂത്രമാകുന്ന ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ നമുക്കറിയണമെങ്കിൽ നമുക്ക് ആത്മീയ പരിശീലനം ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. തിമോത്തിയോസിന്റെ ലേഖനം ഹല്ലേലൂയ എഴുതുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. 1 തിമോത്തിയോസിന്റെ ലേഖനം ഹല്ലേലൂയ 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്നെ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനും നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ അവനെ സ്തുതിക്കുന്നുവെന്ന. ഹല്ലേലൂയ. ഇപ്പം പൗലോസിനെ വിശ്വസ്തനെ നെണ്ണി ദൈവത്തിന്റെ പാഠശാലയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥത്തിൽ ആത്മീയ പരിശീലനം പ്രാപിച്ചവനാണ് പൗലോസ്. ഹല്ലേലൂയ. പൗലോസ് 3.5 വർഷത്തോളം അറേബ്യ മരുഭൂമിയിൽ ദൈവത്തോട് ചേർന്ന് തനിച്ചിരുന്ന ആത്മീയ പരിശീലനം ആവശ്യമാണ് സഹോദര. ആത്മീയ പരിശീലനം ഇല്ലാതെ നീ കണ്ടതും കേട്ടതും ഒക്കെ വിളിച്ചു പറയരുത്. ഹല്ലേലൂയ. എന്നിട്ട് നീ വലിയവനാണ്, നീ ഭയങ്കര പ്രാസംഗികനാണെന്ന് നടിക്കരുത്. പ്രൈസലോ. ഞാൻ വേദപുസ്തകം പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്, ഒരു ആത്മീയ പരിശീലനമില്ലാതെ നമുക്ക് വേദപുസ്തകം പ്രസംഗിക്കാൻ പറ്റത്തില്ല. പ്രൈസലോ. വേദപുസ്തകം പഠിക്കാൻ ആത്മീയ പരിശീലനം നമ്മൾ ദൈവത്തിന് പ്രാപിക്കണം. അതിനാണ് നമ്മൾ ഈ ബൈബിൾ കോളേജുകളും സെമിനാരികളും ഒക്കെ വെച്ചിരിക്കുന്നത്. പലപ്പോഴും ഒന്ന് പോകുന്നത് നല്ലതാ.
ഇല്ലെങ്കിൽ കറസ്പോണ്ടൻസ് കോഴ്സിലൂടെയെങ്കിലും എൻ്റെ തിയറിയൊക്കെ അത് പഠിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചെല്ലു പറഞ്ഞ എനിക്കതൊന്നും വേണ്ട, ഞങ്ങളെല്ലാം സ്വയംഭൂവെന്നാണ് പറയുന്നത്. അല്ലേലിയ. അപ്പം പൗലോസ് പറയുന്നത് എന്താണ്? അല്ലേയ, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസിച്ച് എന്നെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അല്ലേലിയ. അതിന്റെ അർത്ഥം എന്താണ്? പ്രൈസലോ. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ, കർത്താവ് എന്നെ വിശുദ്ധനാക്കി പരിശീലിപ്പിച്ചു. അല്ലേലിയ. എന്റെ കൈകളിൽ മഹത്തായ ശുശ്രൂഷ തന്നിരിക്കുന്നു. പൗലോസിനെ ദൈവം വിശുദ്ധീകരിച്ചു, ശുദ്ധീകരിച്ചു. എന്നിട്ട് പൗലോസിന്റെ കയ്യിൽ പരിശുദ്ധമായ സത്യസന്ധമായ ഈ വചനം പൗലോസിന്റെ കയ്യിൽ കൊടുത്തു. അല്ലേലിയ. അപ്പൊ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലേലിയ. ഇവിടെ വചനം പറയുന്നത് കർത്താവ് പൗലോസിനെ വിശ്വസിച്ച് തന്നെ എന്ന് പറയുമ്പോൾ പൗലോസിനെ വ്യക്തിപരമായ സാക്ഷ്യമാണ് ഈ തിമോഥെയോസിന്റെ ലേഖനം 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ദൈവത്തിന്റെ മുമ്പാകെ അവൻ ദൂഷകനും അവൻ ഉപദ്രവിക്കും നിഷ്ഠൂരനുമായിരുന്നു എന്ന് പൗലോസ് 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ, പൗലോസിനെ ദൈവം ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവ് തന്നെ വിശ്വസ്തനെ തന്നിട്ട് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവത്തിന്റെ വചനത്തെ ആത്മാവിൽ നീ പഠിക്കണം. ദൈവത്തിന്റെ വചനം ആത്മാവ് കൊണ്ട് പഠിച്ച് ദൈവത്തിൽ നീ പരിശീലനം പ്രാപിക്കണം. പ്രവേശനോ. അല്ലെങ്കിൽ നിനക്ക് ദൈവവചനത്തിന്റെ ആഴങ്ങളൊന്നും മനസ്സിലാകത്തില്ല. മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കാനാ. അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടുമെന്ന മത്തായിയുടെ സുവിശേഷം 6:33. അപ്പൊ നമ്മൾ മുമ്പേ നമ്മുടെ കർത്താവിന്റെ രാജ്യനീതി അന്വേഷിച്ച് ആ ദൈവത്തിനെ താഴ്ത്തി കൊടുക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എത്ര കാലമായി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നീ ഉപവസിക്കാൻ തുടങ്ങിയിട്ട്, ഈ വിശ്വാസിയുടെ വേഷം ധരിച്ചുകൊണ്ട് എത്ര കാലമായി നീ സഭയിൽ വരുന്നത്? നിന്റെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടാതെ നീ നിരാശനാണോ, നിരാശയുള്ളവളാണോ? നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പരാജയങ്ങളുണ്ട്. വിശുദ്ധിക്ക് എവിടെയോ കോട്ടം തട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധിയുടെ പ്രമാണത്തിൽ നീ എവിടെയോ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. നിനക്ക് ദൈവം ചിലത് വെളിപ്പെടുത്തുവാനിരുന്നത് അത് വെളിപ്പെടാതെ വണ്ണം നിന്റെ ജഡം പാപത്തിലേക്ക് വീഴും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നും നിനക്ക് നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന് വചനം പറയുകയാണ്. ഹല്ലേലൂയ. പൗലോസ് തന്നെ തിരഞ്ഞെടുത്ത കാര്യം ഓർക്കുക. തന്റെ അയോഗ്യതയെക്കുറിച്ച് ഉള്ള ചിന്തയാൽ പൗലോസ് ഇവിടെ ആഴമായി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ്? ഹല്ലേലൂയ. വഴിതെറ്റിപ്പോകുന്ന പാപികളോടുള്ള ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ ഒരു മാനദണ്ഡമായി പൗലോസിന്റെ മാനസാന്തരത്തെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. വഴിതെറ്റിപ്പോകുന്ന ഒരു പാപിയുടെ ഹല്ലേലൂയ, ഒരു പാപിയുടെ എല്ലാവരും സ്തോത്രം, ഒരു പാപിയുടെ എല്ലാവരും സ്തോത്രം. നമുക്ക് ആ പാപിയുടെ മാനസാന്തരത്തേക്ക് മടങ്ങി വരവിന്റെ അനുഭവത്തെക്കുറിച്ച് പൗലോസിനോട് ചേർത്ത് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. പൗലോസ് തന്റെ മാനസാന്തരം പുതിയ നിയമത്തിൽ ഏകദേശം 6 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9:22 ആമേൻ 29, 22, 26 അധ്യായങ്ങളിലും ഗലാത്യ ലേഖനം 1-2 ഒക്കെ പൗലോസ് തന്റെ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒടുവിലായി ഇവിടെയും പൗലോസ് അത് ആവർത്തിക്കുകയാണ്. വാസ്തവത്തിൽ തന്റെ മഹത്വമാർന്ന ദൈവവിളിയുടെ ഏറ്റവും ആ ശ്രേഷ്ഠത പൗലോസ് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. പൗലോസ് സ്വയം ദൈവത്തിനെ താഴ്ത്തി കൊടുത്തു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നാം ദൈവത്തിനെ താഴ്ന്നു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവേറ്റു വാസനമായി നിത്യമായ രാജ്യത്തിൽ നീ കാണണമെങ്കിൽ, ദൈവരാജ്യത്തിൽ കാണണമെങ്കിൽ, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ, നീ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയെങ്കിൽ രൂപാന്തരം ഉയർക്കണമെങ്കിൽ, ഇനി ജീവനോടെയാണെങ്കിൽ നീ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ, വിശുദ്ധിയെ തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിന്റെ, കർത്താവിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴം, അവന്റെ ന്യായവിധിയുടെ അപ്രമേയത്വം, അവന്റെ വഴികൾ അഗോചരത്വമായ കാര്യങ്ങളെ കർത്താവിൽ നീ പാടിക്കണം. പ്രൈസ് ദി ലോർഡ്. കേവലം ഒരു വിശ്വാസി ആയതുകൊണ്ട് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. രക്തം ചെയ്യും. പലരുടെയും ചിന്ത ഒരു വിശ്വാസിയായി മാറിയാൽ ദൈവരാജ്യം കിട്ടുമെന്ന. ഒരിക്കലും അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. ഒരു വിശ്വാസി ഒരു പെന്തക്കോസ്തുകാരനായതുകൊണ്ടോ, ഒരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉടമയായതുകൊണ്ട്, ഒരു ക്രൈസ്തവന്റെ പേര് നിനക്കുള്ളത് കൊണ്ടോ
ദൈവരാജ്യം നിനക്ക് കിട്ടത്തില്ല. ജീവിതം വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം, പൗലോസിനെ പോലെ. ഹല്ലേലൂയ. അതിനാണ് വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ന് പകലിക്ക് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഹല്ലേലൂയ, നാം ദൈവത്തോട് ചേർന്നിരിക്കണം. പൗലോസ് തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ തനിക്ക് മുമ്പുണ്ടായിരുന്നതെല്ലാം ചപ്പും ചവറവും തെന്നിയതുപോലെ നമ്മളെല്ലാം ചപ്പും ചവറവും തന്നെ നമ്മൾ കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് ഹല്ലേലൂയ ദൈവം നമ്മോട് സംസാരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നീ ഉപവസിക്കുന്നുണ്ട്, ആമേൻ, പ്രാർത്ഥിക്കുന്നുണ്ട്, സഭായോഗം മുടക്കാതെ വരുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, സ്തോത്ര കാഴ്ച കൊടുക്കുന്നുണ്ട്. പക്ഷെ നിന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, നിന്റെ സ്വമേധ പാപങ്ങൾ, നിന്റെ രഹസ്യ പാപങ്ങൾ, നിന്റെ പരസ്യ പാപങ്ങൾ, ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ ആമേൻ കൂടിയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് വചനത്തിന്റെ ആഴങ്ങൾ പഠിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ടിട്ട് മടങ്ങി വരണം. രക്തം ചെയ്യും. ഇവിടെ നിങ്ങൾ ജീവിച്ചിട്ട് ഇവിടെ തള്ളപ്പെട്ടു പോകരുത്. നമ്മളെല്ലാം നിത്യതയിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് അവനെ സ്തുതിക്കുന്നു. അത് ദൈവം തന്ന ശുശ്രൂഷ മാഹാത്മ്യത്തെ നീ തിരിച്ചറിയണം. ദൈവത്തിന്റെ മഹത്വമേറിയ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെ നീ തിരിച്ചറിഞ്ഞിട്ട് വേണം കർത്താവിന്റെ വചനം ആമേശ്വരം പറയുവാൻ, ചിന്തിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദപുസ്തക പഠനം ദിനംതോറും ആവശ്യമാണ്. ദിനംതോറും വേദപുസ്തകം വായിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ തുറന്നിട്ട് ഏതെങ്കിലും ഒരു കാണുന്ന വാക്യം വായിച്ചിട്ട് യാത്ര പോകുന്നവരുണ്ട്. ഏതെങ്കിലും വാക്യം വായിച്ചിട്ട് അത് തൃപ്തി അടയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും ദൈവവചനത്തിന്റെ അപ്രമേയത്വത്തെക്കുറിച്ച്, അവന്റെ ന്യായയുടെ അപ്രമേയത്വത്തെക്കുറിച്ച്, അവന്റെ വഴിയുടെ അഗോചരത്തെക്കുറിച്ച് മനസ്സിലാകത്തില്ല. അതൊക്കെ ആരോ പറഞ്ഞു പഠിപ്പിച്ചത്. അങ്ങനെ വെച്ചതാൽ മതി. വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളും സത്യവേദ പുസ്തകമാണ് ഞാൻ പറയുന്നത്. സത്യവേദ പുസ്തകത്തിനകത്ത് 66 പുസ്തകങ്ങൾ. അത് ആദ്യോടന്തം നീ വായിച്ചിരിക്കണം. പിന്നെ ചിലരുടെ പുസ്തകത്തിനകത്തൊക്കെ കുറെ അപ്പോക്രിഫ പുസ്തകമുണ്ട്. മനുഷ്യൻ എഴുതിയതും എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ഞാൻ ഇത്രയൊക്കെ കണ്ടുള്ളൂ, ഇനി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ കൂട്ടിച്ചേർക്കാം എന്നൊക്കെ പറയുന്ന മക്കാബിയർ എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഉണ്ട്. മാനുഷികമായി എഴുതിയത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തോടെ എഴുതിയ സത്യവേദ പുസ്തകം, ഹല്ലേലൂയ, 66 പുസ്തകം. അത് നീ തുടർമാനമായി വായിക്കണം. പ്രൈസ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ആവർത്തിച്ച് വായിക്കണം. വചനം വായിക്കും തോറും ദൈവികമായ ജ്ഞാനം നിന്നിൽ നിറയും. ദൈവം വചനം വായിക്കും തോറും അവന്റെ ഹല്ലേലൂയ ധനത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും അവന്റെ ന്യായവിധിയുടെ അപ്രമേയത്തെക്കുറിച്ചും അവന്റെ വഴിയുള്ള അഗോചരത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. അതുകൊണ്ടാണല്ലോ പൗലോസൊക്കെ ഈടുറ്റ ലേഖനങ്ങൾ, പത്രോസ് ഈടുറ്റ ലേഖനങ്ങൾ, യോഹന്നാൻ ഈടുറ്റ ലേഖനങ്ങൾ, ഹല്ലേലൂയ, യൂദ ലേഖനമൊക്കെ എഴുതി തന്നത് അവർ ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് നിനക്ക് തരുന്ന വഴികളെ കുറിച്ച്, ദൈവവേലയുടെ ചുമതലകൾ നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നീ ഒന്ന് താഴ്ത്തി കൊടുക്കണം. ദർശനം നഷ്ടപ്പെട്ടിട്ട് പലരും രാഷ്ട്രീയത്തിലേക്ക് വരൂന്നേ. ഇനിയിൽ പലരും മന്ത്രിമാരാകാൻ, MLA മാരാകാൻ, MP മാരാകാൻ വേണ്ടി അതിന്റെ ഉടുപ്പം തയ്ച്ചു വെച്ചിട്ട് ഒരു സീറ്റിന് വേണ്ടി പലരും ഓടിക്കൊണ്ടിരിക്കുക. കർത്താവിനെ വിശ്വസിച്ച് നിന്നിയതാ, പക്ഷെ ശുശ്രൂഷ പരമേൽപ്പിച്ചതാ. പക്ഷെ അവരുടെ ജഡം അതിന് സമ്മതിച്ചില്ല. അവർ ലോകത്തിലേക്ക് പോയി. ലോകക്കാരെ പോലെ ഇനി ലോകത്തെ ഭരിക്കാൻ വരിക. ന്യായീകരിക്കുന്ന ഒരുപാട് വിദ്വാൻമാരുമുണ്ട്. ന്യായീകരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊന്നും ബാധകമല്ല. ഹല്ലേലൂയ. അപ്പം ദൈവം നിന്നെ അപ്പോസ്തലനായി, പ്രവാചകനായി, സുവിശേഷകനായി, ഇടയനായി, ഉപദേഷ്ടാവായി ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ട് ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും ദൈവം നിനക്ക് തന്നിട്ട്, ഹല്ലേലൂയ, നീ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ സൗരഭ്യവാസനയായി ദൈവവചനത്തിന്റെ ആഴങ്ങളെ നീ പ്രസംഗിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. രക്തം ചെയ്യാൻ താങ്കളതിന് തയ്യാറാണോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതം തകർത്ത് കളയരുത്. നമ്മുടെ ജീവിതം താൽക്കാലികമാകട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുവാൻ അതിനകത്ത് കഷ്ടങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, വേദനകളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്.
ഒരുപക്ഷെ ഉപദ്രവങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ നീ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ കർത്താവിന്റെ ഹിതം നിന്നിൽ പൂർണ്ണമായി നിറവേറണം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കേവലം ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞ് നീ യാത്ര ചെയ്യാതെ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന നീ തിരിച്ചറിയണം. നീ യഥാർത്ഥ വിശുദ്ധിയിൽ നിൽക്കുന്നവനാണോ? വിശുദ്ധ ജീവിതം നയിക്കുന്നവളാണോ? നിന്റെ കുടുംബത്തിൽ വിശുദ്ധിയുടെ അനുഭവമുണ്ടോ? ജീവിതത്തിൽ നീ പോകുന്ന സഭയിൽ വിശുദ്ധിയുടെ അനുഭവമുണ്ടോ? നീ തിരിച്ചറിയണം. പ്രേസലോ. അതുകൊണ്ടാണ് വചനം പറയുന്നത്. ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ, ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 3, 4, 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. പൗലോസ് പറയാ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം, പ്രൈസോ, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, കർത്താവിന്റെ നാളോളം അതിനെ തികയ്ക്കണം. പ്രൈസോ. പലരും പിന്മാറിപ്പോയി, പലരും ലോകത്തിലേക്ക് പോയി, ധനത്തിലേക്ക് പോയി, ലോകമോഹങ്ങളിലേക്ക് പോയി, പലരും കൃപയിൽ നിന്ന് വീണ് പോയി. പക്ഷേ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം ക്രിസ്തുവിന്റെ നാളോളം ഞാനത് തികയ്ക്കുമെന്ന് ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസ് തന്റെ ജീവിതത്തിലും ഫിലിപ്പി സഭയുള്ള ബന്ധത്തിലും പറയുന്നത്. ഹല്ലേലൂയ. അതേ, കർത്താവ് നിങ്ങൾക്ക് തന്റെ വഴികളെ കാണിച്ച് ദൈവവേലയുടെ ചുമതലകൾ തരുമ്പോൾ നിങ്ങൾ അതിനെ തിരിച്ചറിയണം. പ്രൈസലോ. അതിനെ മനസ്സിലാക്കണം. നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം വിളി കേട്ടു വന്നവരുമുണ്ട്, ദൈവത്തെ വിളിച്ചിറങ്ങിയവരുമുണ്ട്. ഹല്ലേലൂയ. പിന്നെ പലരും നിങ്ങളുടെ കൂടെ വന്ന പണം കിട്ടുമോ, വീട് കിട്ടുമോ, അമേരിക്കയിൽ നിന്ന് പൈസ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നിന്നിട്ടില്ല കേട്ടോ, അവരൊക്കെ പോയി. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, കർത്താവിനോടൊപ്പം നിന്നാൽ അമേരിക്കയിൽ നിന്നോ ഗൾഫിൽ നിന്നോ മറ്റ് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും പൈസ കിട്ടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് വലിയ സൗധങ്ങളും വീടുകളും കൊട്ടാരങ്ങളും വലിയ ആഡംബര കാറുകളും നമുക്ക് കിട്ടത്തില്ല. ക്രിസ്തുവിനോടുകൂടെ നീ കഷ്ടം സഹിക്കണമെന്നാ. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അവന്റെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ, ഹല്ലേലൂയ, ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികളിൽ ആഗോചരത്വം മനസ്സിലാക്കിയെടുത്തുള്ളൂ. ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ. പൗലോസ് ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിച്ചു. ഹല്ലേലൂയ. ഒരുപാട് പീഡകൾ, ഉപദ്രവങ്ങൾ ആദിമസഭയിൽ നിന്ന് പഠിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ കർത്താവിന് വേണ്ടി ആമേശോ നിൽക്കുന്നവരിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച പലരും ക്രിസ്തുവിന്റെ നാളുകൂടെ തികയ്ക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നാം, ഹല്ലേലൂയ, ദൈവവേലയിൽ എരിവുള്ളവരായിരിക്കണം. ദൈവവേലയിൽ എരിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് കരം പിടിച്ച് വഴി നടത്തും. ഹല്ലേലൂയ. നിങ്ങൾ പ്രായമാകും തോറും ആ വഴി അവർ നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ചെറിയ ചെറിയ കൈവണ്ടികൾ, ചെറിയ ചെറിയ സൈക്കിൾ വാങ്ങി നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ അതെല്ലാം പരിശീലനത്തോടെ നിങ്ങളുടെ ജീവിതത്തെ സ്വായത്തമാക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എല്ലാം നീ ദൈവത്തിൽ നിന്ന് പഠിക്കണം. നീ എല്ലാം ദൈവത്തിൽ നിന്ന് പഠിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ പ്രായോഗികമായി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെ, ദൈവത്തിന്റെ വചനം ശ്വാസമാ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പഠിക്കണമെന്ന് തിമോഥെയോസ് ലേഖനം വായിച്ചാൽ കാണാൻ കഴിയും. അത് സ്നേഹിത, നമ്മൾ കർത്താവിന് പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്, ഉടച്ചു കളയരുത്, നശിപ്പിച്ചു കളയരുത്. കർത്താവ് അല്ലെ ശക്തനാണ്. നിങ്ങൾ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ, ഹല്ലേലൂയ, അത് കർത്താവിന്റെ വരുവോളം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. അപ്പം കർത്താവിനെ ആയിരിക്കും എല്ലാ കഷ്ടങ്ങളും ഉണ്ട്, എല്ലാ നിന്ദകളും, അപമാനങ്ങളും, പീഡകളും, ഉപദ്രവങ്ങളും, ആമേ, മരണം വരെ സംഭവിക്കാം. ഹല്ലേലൂയ. രക്തസാക്ഷിത്വം വരെ സംഭവിക്കാം. പക്ഷെ അതെല്ലാം സഹിപ്പാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ
ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കൂ എന്ന് പറയുന്നത്. ഞാൻ വായിച്ച ഫലത്തിലേക്ക് വരട്ടെ. എന്താണ് വായിച്ചത്? റോമലേഖനം 11-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 33-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര പ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. അതെ, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തും. പക്ഷെ നീ പരിശുദ്ധാത്മാവിലായിരിക്കണം, ആത്മാവിലായിരിക്കണം, വിശുദ്ധിയോടെ ആയിരിക്കണം. ലോകമോഹങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തോട് ചേർന്നിരിക്കുക. കണ്ണുകളടച്ചാട്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ സഹോദര, ദൈവത്തിന് ഇതിനെക്കുറിച്ച് വളരെ പ്ലാനുണ്ട്, വളരെ പദ്ധതിയുണ്ട്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ, ആമേൻ, ദൈവവേലയിൽ നിന്നെ പരിശീലിപ്പിക്കുവാൻ, നിന്നെ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷിയാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നീ അതിന് തയ്യാറാണോ? ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടിട്ട് നീ മടങ്ങി വന്ന് യേശുക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി പൗലോസിനെ പോലെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ വചനത്തിന്റെ വാതിലുകൾ ദൈവം നിനക്ക് തുറന്നു തരും. ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത, ലോക രാജ്യമുള്ള 800 കോടി ജനത്തിനായി രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാരികൾ, ന്യായാധിപന്മാർ, ക്രമസമാധാന പാലകർ, നിയമനിർമ്മാണ രംഗം നിൽക്കുന്നവരെ, മത നേതാക്കന്മാർ, രാഷ്ട്രീയക്കാരെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കുടിയിട്ട് കൊട്ടാരി പാർക്കുന്ന എല്ലാവരെയും, എല്ലാ ദ്വീപവാസികളെ, ആദിവാസികളെ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ശൈശവത്തിനും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃത്തരും അശമയാഞ്ചുകളും ഓർഫനേജിൽ യുവ തടവറയിലായിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മനുഷ്യൻ ലോക ജീവിതം വിട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിന് പഠിക്കുവാൻ ഈ ജനത്തിന്റെ ബുദ്ധിയെ തുറക്കണമേ. ആ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ അന്ത്യത്തോളം നിൽപ്പാൻ ജനത്തെ ഒരുക്കണം. ദൈവത്തിന്റെ ദാസിദാസന്മാർ കേരളത്തിൽ, ലോകവും പോകണം. കർത്താന്റെ വേലയിൽ കഷ്ട സഹിക്കുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താൻ സൂക്ഷിക്കും, പരിപാലിക്കുകയും ചെയ്യണം. സകലമുഖത്ത് കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.